ഹലോ ഹലോ. നമ്മളൊരു സർപ്രൈസിന്റെ കാര്യം പറഞ്ഞല്ലേ. അപ്പോൾ ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ഥലം വരെ പോവാണ്. അപ്പൊ സ്ഥലം എവിടാന്നും എങ്ങനെയാ നമ്മൾ പോകുന്നതെന്നും ഡീറ്റെയിൽസ് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ാണ് നമ്മളെ കൊണ്ടുവിട്ടത്. ക്യാമിയോ ഇതെടുക്ക്. അപ്പൊ ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്. ഇത് ഹൈലൈറ്റ് എന്ന് പറയുന്ന ബസ്സാണ്. സൂപ്പർ കോംഫി. ഇറ്റ് ഫീൽസ് ലൈക്ക് എന്താ പറയുക, നമ്മുടെ റൂമിലെ ഒരു ബെഡിന്റെ ഫീലാണ് ഇതിനുള്ളത്. ഇവിടെ ഇതുണ്ട്, പില്ലോ ഉണ്ട്, കംഫർട്ടറുണ്ട്, രണ്ട് സൈഡിലും ഉണ്ട്. പിന്നെ ലെഗ് സ്പേസ് മാക്സിമം ഉണ്ട്. പിന്നെ വെള്ളമുണ്ട്. പിന്നെ ഈ ബോക്സിനകത്ത് ദർ ഇസ് എ ബോക്സ്. ഈ ബോക്സിനകത്ത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുക്കീസ് ആൻഡ് കപ്പലണ്ടി മുട്ടായി വെച്ചിട്ടുണ്ട്. ദിസ് ഇസ് ഹൈലൈറ്റ് റോഡ് ലിങ്ക്സ്.
കട തപ്പി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. വൈകിട്ടാണ് അഞ്ജുവിനെ കാണുന്നത്, അവളിപ്പോൾ ക്ലാസ്സിലാണ്. അപ്പോൾ അങ്ങനെ അവളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. ഓക്കെ, ഇനി റെൻ്റലിനൊരു സ്കൂട്ടർ കിട്ടുമോ നോക്കാനുള്ള പരിപാടിയിലാണ്. കുറേ സമയം കൊണ്ട് ട്രിക്കൽ. അതെ, വൈകുന്നേരം 4 മണിയൊക്കെ അഞ്ചിൻ്റെ ക്ലാസ് കഴിയാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കി പ്ലാൻസ് വഴിയേ കാണാം. ഹായ്, അപ്പോൾ നമ്മൾ റോയൽ ബ്രദേഴ്സിൽ എത്തിയിട്ടുണ്ട്. ആപ്പ് വഴിയെല്ലാം ബുക്കിംഗ് എല്ലാം റെഡിയാണ്. വെയിറ്റിംഗ് ഫോർ ദ സ്കൂട്ടർ. സോ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ഏത് പാർക്കായിരുന്നു? കബോൺ പാർക്കിൽ പോകുന്നു. ഒരു ഷൂട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഡോണ്ട് നോ. കബോൺ പാർക്കിലാണ്. നമുക്ക് വൈകുന്നേരം 4 മണി വരെ സമയമുണ്ട് അഞ്ജുവിൻ്റെ ക്ലാസ് കഴിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മളിവിടെ വന്നു. ഞാൻ കുഞ്ഞിലെ ഇവിടെ വന്നിട്ടുണ്ട്, പിന്നെ ഇപ്പോഴാണ് ഇവിടെ വരുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് കുറേ മരങ്ങളും പൂക്കളും. ഈ മരത്തിൽ നോക്കൂ, ഫുൾ പിങ്ക് പൂക്കളാണ്. ഈ പൂക്കൾ എന്ത് രസമാണെന്ന് അറിയാമോ ഇങ്ങനെ നിൽക്കുന്നതാണ്. വീഡിയോയിൽ ഭംഗി കിട്ടുന്നുണ്ടോയെന്ന് അറിയത്തില്ല, പക്ഷെ എന്നാലും കുറേ മരങ്ങളും പൂക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ വന്നിട്ട് നല്ല തണുപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടാണ്. ഹലോ, അപ്പം നമ്മളിതേ കബോൺ പാർക്കിൽ വന്നിട്ടുണ്ട്. ഇറ്റ്സ് റിയലി ഗുഡ്. എന്ത് രസമാണ് ഇവിടെ. കുറേ മരങ്ങളും ഈ എക്സ്പെഷ്യലി ഇതേ ഈ പിങ്ക് പൂവുള്ള ഈ മരം എന്ത് രസം. ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. സോ ലീവ് പിന്നിങ് ദാറ്റ് ബിലോ. ഓക്കെ, ബൈ ബൈ. നമ്മളിപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് മേഘ്ന ഫുഡ്സിലാണ് വന്നിരിക്കുന്നത്. ബാംഗ്ലൂർ വന്നാൽ ആരും മിസ് ചെയ്യാത്തൊരു സ്പോട്ടാണ് മേഘ്ന ഫുഡ്. സോ ഞങ്ങൾ മിസ് ചെയ്തില്ല. സോ വി ഓർഡേർഡ് മേഘ്ന സ്പെഷ്യൽ ബിരിയാണി, മേഘ്ന ചിക്കൻ ഫ്രൈ ബിരിയാണി, പിന്നെ മേഘ്ന സർബത്ത് ആൻഡ് മേഘ്ന ലസ്സി. ബാക്കി വന്നിട്ട് കാണിക്കാം. Still halais is the best. It's still not over halais biryani, but I like it. It's more like chicken pulao.
പോകുന്നതെന്നൊക്കെ ചോദിച്ചു. ഞാനാണെങ്കിൽ ഫുള്ള് പറഞ്ഞ് മെഴുകി അലമ്പായിട്ടുണ്ട്. എനിവേ ഞങ്ങൾ ഊബറിലാണ് പോയിക്കൊണ്ടിരിക്കുക. ചെല്ലുമ്പോ അറിയാം എന്താവുന്നത്. അതെ, അഞ്ചിന്റെ ഒരു ഡയലോഗ് പറഞ്ഞു എനിക്കറിയാം. നോക്കിക്കോട്ടാ നോക്കിക്കോ. രണ്ട് ചേച്ചിമാർ അഞ്ജുവിന്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് ബാംഗ്ലൂർ എത്തി. പക്ഷെ സർപ്രൈസ് പാട് പോയി, നമുക്ക് അറിയായിരുന്നു. ഞാൻ സർപ്രൈസ് കളിച്ച് കഴിഞ്ഞ സീമയെ കുട്ടികൾക്ക് നേരത്തെ കണ്ടുപിടിച്ചതായിരുന്നു. പക്ഷെ അതാരും പിടിതന്നില്ല. പക്ഷെ പെട്ടെന്ന് സന്തോഷമായി. എന്നാൽ ലാസ്റ്റ് മിനിറ്റിലൊക്കെ പറഞ്ഞില്ല, വരത്തില്ല. ലാസ്റ്റ് മിനിറ്റ് ഞാൻ കുറച്ച് വിശ്വസിച്ചിങ്ങനെ വന്നത്. പെട്ടെന്ന് കണ്ടപ്പോൾ ഞെട്ടി, ബോക്സൊക്കെ കണ്ടപ്പോൾ ഞെട്ടി. ഞാനൊരു ഐഫോണൊക്കെ പ്രതീക്ഷിച്ചു. കുറച്ചൊന്നും പ്രതീക്ഷിക്കുന്നേ. ഹാപ്പി ടു മീറ്റ് ഹർ. ഞങ്ങൾ എപ്പോഴും അങ്ങനെ കാണത്തില്ല, പക്ഷെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പണ്ടൊക്കെയാണ് ഭയങ്കര അടിയായിരുന്നു. കാണുമ്പോൾ ഒരു സ്നേഹമില്ല, ഭയങ്കര അടിയാണല്ലേ? എപ്പോഴും അടിയാ, മാന്തല് പറിച്ച് എന്തൊക്കെയാ. എൻ്റെ ഇവള് കോളേജിൽ പോയി കഴിഞ്ഞപ്പോഴാണ്, അന്നിട്ടും അടിയായിരുന്നല്ലേ? എറണാകുളത്തോട്ട് മാറി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ സെറ്റ് ആയത്. പിന്നെ ലവ് ആയത്. വഴക്ക് അടി. ഇപ്പം we are like best friends. Yeah. വ്ളോഗ്സിൽ വരേണ്ടത് ബർത്ത്ഡേ ഗേളിന്റെ പ്രസന്റ് പിടിച്ചേക്കുന്ന ഞങ്ങള് ഫ്ലവർ മാർക്കറ്റിൽ ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോവാം. അതിന് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ പരിപാടികളൊക്കെ കിടക്കുന്നത് നൈസായിട്ട് കിടന്നുറങ്ങി രസമായിരുന്നല്ലേ. അത് കഴിഞ്ഞ് നമ്മൾക്ക് രാവിലെ ഫ്ലവർ മാർക്കറ്റിൽ പോവാൻ ഷൂട്ടിന് ഇതിന് തലയൊക്കെ ഇടിച്ച് പിടിച്ചില്ല. അതെ, അവിടെ നീ പോയിട്ടുണ്ട് നേരത്തെ? അപ്പോൾ ആദ്യമായിട്ട് പോവാണ്. കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അവിടെ വെച്ചാണ്. അങ്ങനെ ഞങ്ങൾ KR മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞങ്ങൾ ഫ്ലവർ മാർക്കറ്റിലാണ്. ഞങ്ങൾ ഇവിടുന്ന് ഷൂട്ടൊക്കെ ചെയ്തു. ഹോപ്പ്ഫുള്ളി ടേൺസ് ഔട്ട് ഗുഡ് അല്ലേ? യെസ്, ഫിംഗേഴ്സ് ക്രോസ്ഡ്. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവരൊക്കെ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. KR മാർക്കറ്റിലാണ് നമ്മൾ വന്നത്. സ്കൂളൊക്കെ ഇട്ട് ഇരിക്കും, ഇരുന്നെടുക്കൂ, പൂക്കളൊക്കെ തൂക്കി എല്ലാം
ചേട്ടന്മാര് ഫോണിൽ വന്ന് ഫോട്ടോ എടുക്കുന്നു. ഇറ്റ് ഈസ് സോ മച്ച് ഫൺ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. നെക്സ്റ്റ് തിരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിയണം, ഭക്ഷണം കഴിയാം. അപ്പോൾ ഓക്കെ, സീ യു. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞു, പുറത്തേക്ക് ഇറങ്ങി. ഞാൻ കുട്ടികളെയൊക്കെ വാങ്ങിച്ചു. ഇപ്പോൾ നല്ല വിശപ്പ്. വി ആർ ഗോയിങ് ടു ഹണ്ട് എ ഗുഡ് റെസ്റ്റോറൻറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ ഞങ്ങൾക്ക് ഒരു നല്ല മലയാളി ചേട്ടനെ കണ്ടു, നായർ ആൻഡ് സൺസ്. ആ ചേട്ടൻ സജസ്റ്റ് ചെയ്ത കടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കാപ്പി അപ്പോൾ ഇവിടുത്തെ പൂരി ഇഡലി വളരെ ടേസ്റ്റി ആയതുകൊണ്ട് ഞങ്ങൾ 3 വട ആൻഡ് 2 കോഫി കൂടെ പറഞ്ഞത്. അതേപോലെ ഇത് വെറും വെള്ളമാണെന്നാണ് ഞാൻ വിചാരിച്ചത്, ചമ്മന്തി. പക്ഷേ ഇളക്കി നോക്കിയപ്പോഴാണ് ഇവിടെ തേങ്ങ ഉണ്ടെന്ന് മനസ്സിലായത്. ആ തേങ്ങ ഉണ്ടടാ, തേങ്ങ. ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു നല്ലൊരു ഉറങ്ങി. പിള്ളേരൊക്കെ കോളേജിൽ നിന്ന് വന്ന് അവിടെ ഇരിപ്പുണ്ട്, അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഗൈസ്, എന്താ ഓവൻ തിയറി പിസ്സ, ബാംഗ്ലൂർ തവരക്കരയുടെ അടുത്തുള്ളൊരു സാധനമാണ്. എസ്തെറ്റിക്കലി ഭയങ്കര ബ്യൂട്ടിഫുൾ ഒക്കെയാണ്. പക്ഷേ ഇവിടുത്തെ ഫുഡ്, ഇവിടെ ഓർഡർ ചെയ്യാൻ നിൽക്കുന്നവൻ, അവന് അരി ഏതാന്ന് അറിയാത്ത ഒരു ചേട്ടനാണ് ഇവിടെ നിന്നത്. പിന്നെ ഞങ്ങൾ ഈ കഞ്ഞി പോലിരിക്കുന്ന പാസ്ത വാങ്ങിച്ചു. വിശപ്പുള്ളതാണോ? അതെ, വിശപ്പുള്ളതുകൊണ്ടാണോ അതോ എന്താണെന്നോ അറിയത്തില്ല. പാസ്ത കുഴപ്പമില്ല. ഇനി ഞങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് വേറെ എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കണം. അതെന്താ കഴിക്കുന്നത് ഞങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, എന്ന് നമ്മൾ കൊള്ളാത്ത ഒരു പാസ്ത കഴിച്ചിട്ട് വയറൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് KFC വന്നു. സോ നമ്മൾ കഴിക്കാം. എൻ്റെ KFC അത്രയും വരത്തില്ല, എന്നാലും കുഴപ്പമില്ല. എന്തായിരുന്നു രാവിലെ പരിപാടി? നമ്മൾ റൈഫിൾ ക്ലബ് കാണാൻ. യെസ്, അതും നമ്മൾ എവിടുന്ന് കാണുന്നത്? ബാംഗ്ലൂർ. 10 മണിക്ക് ശേഷം. ഇപ്പം എത്ര മണിയായി? 9:45. ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദൈവമേ, എത്തിയാൽ മതി. ബാംഗ്ലൂർ ട്രാഫിക് ഗൈസ്. പുകവലി അർബുദത്തിന് കാരണമാകും. പുകവലി ആരോഗ്യത്തിന് ഹാനികരം.
ലക്ഷ്യം ഭേദിച്ചേ എന്ന് പറഞ്ഞ് നടന്ന് വീട്ടിലേക്ക് പോവാണ് ചെയ്യാറ്. ആ മാങ്ങ തിന്നല്ലേ എന്റെ റിവാർഡ്. അത്രേ ഉള്ളൂ കണ്ടി. ഞങ്ങളങ്ങനെ ഫസ്റ്റ് ഷോ ബാംഗ്ലൂരിൽ കണ്ടിട്ട് ഇറങ്ങിയതാണ്. പടം ഇസ് ഫയർ. ഒരു രക്ഷയില്ല. അഡ്രിനാലിൻ എവറിത്തിങ്, പ്രൊഡക്ഷൻ, ആക്ടിങ്, എല്ലാം പാട്ടും എവ്രിബഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. കിടിലം പടം. ത്രൂ ഔട്ട് അഡ്രിനാലിൻ റഷ്. മൂഡ് പടം അല്ലേ? കാണണം. ഇവിടുത്തെ ഒരു സാധാ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ക്രൗഡ് വാസ് റിയലി നൈസ്. അടിപൊളി പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പടം. ആഷിക്കേട്ടാ ഹലോ. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഡേ പറയാം. നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ബാംഗ്ലൂരിൽ. അപ്പം ഞങ്ങൾ ഒരു ദോശക്കട തപ്പിയാണ് ദോശ കഴിക്കാൻ ആഗ്രഹമായിട്ട്. ആൻഡ് 5 ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി നെക്സ്റ്റ് കഥകളുമായി ഞങ്ങൾ ഇനിയും വരാം. ബൈ ബൈ. ഞങ്ങൾ വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? വന്നിട്ട് നല്ലതായിരുന്നു. 2 ദിവസം കൂടെ നമുക്ക് പ്ലാൻ ചെയ്ത് കറക്റ്റ് ചാർട്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് സ്ഥലങ്ങൾക്കൊക്കെ പോകണമായിരുന്നു. പക്ഷേ നീ നാളെ വീട്ടിൽ പോവല്ലേ? എന്നാലും നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എല്ലാം ബക്കറ്റ് ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ഇനി നമുക്ക് അങ്ങനെ ഒരു ദിവസം പ്ലാൻ ചെയ്ത് വന്നിട്ട് കുറേ സ്ഥലത്തൊക്കെ ഉണ്ടംപുരിയുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാനുള്ളത്? ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഓക്കെ ബൈ.